ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുത്ത് ഇറാനെതിരെ കടലിടുക്കിൽ യുദ്ധം ചെയ്ത് ട്രംപ്. ഇറാനെ ആണവായുധം കൈവശം വെക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ മോശം കാര്യങ്ങൾ കാണേണ്ടി വരുമെന്ന് പറഞ്ഞ ട്രംപ് ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കൻ ഭൂപ്രദേശമെന്ന് വിശേഷിപ്പിക്കുവാനും മടിച്ചില്ല. പക്ഷേ അതിന് വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഇറാന് കരുത്തുമുണ്ട്. ഇറാൻ അമേരിക്കയുമായിട്ട് ചേർന്നിട്ട് കരാറുണ്ടാക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. സൗത്ത് കരോലിനയിലെ മാർട്ടിൻ ബീച്ച് നടന്ന റാലിയിൽ സംസാരിക്കുമ്പോൾ ട്രംപ് അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഇറാനെ ആണവായുധം ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കരുത്, അങ്ങനെ സംഭവിച്ചാൽ വളരെ മോശം കാര്യങ്ങൾ ഇറാന് കാണേണ്ടി വരുമെന്ന് പറഞ്ഞാൽ യുദ്ധം അത്രത്തോളം കൊടുമ്പിരിക്കൊള്ളും എന്നാണ് ട്രംപ് അർത്ഥമാക്കുന്നത്. അവരെ തടയേണ്ടിയിരിക്കുന്നു, അവർക്കൊരിക്കലും ആണവായുധം ലഭിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ട്രംപ് വീരവാദം പറയുമ്പോഴും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇറാൻ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരുടെ പ്രസിഡന്റ് പെസഷ്കിയാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അവർക്ക് യുദ്ധം നിർത്താനും യുദ്ധം തുടങ്ങുവാനും ഒരുപോലെ അനുകൂലമായ ഘടകമാണ്. അവരെല്ലാ അർത്ഥത്തിലും അമേരിക്കയ്ക്കെതിരെ പിടിച്ചു നിൽക്കുന്ന ഒരു വലിയ ശക്തിയായി വളർന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന അവരുടെ അവകാശവാദം, അതായത് ഇറാൻ്റെ അവകാശവാദം കേട്ടില്ല എന്നടിക്കാൻ ട്രംപിനും കഴിയില്ല. അപ്പോൾ ഒരു കരാറിനായിട്ട് ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്നും, എന്നാൽ അങ്ങനെ ഒരു കരാറിന് വാഷിങ്ടൺ തയ്യാറാകുമോ എന്ന് സംശയമാണെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതായത് അവർക്ക് കരാറുണ്ടാക്കാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ ഒരു കരാർ വേണോ എന്ന് ഞങ്ങൾക്ക് തന്നെ അത് ഉറപ്പില്ല. കാരണം ഹോർമൂസ് കടലിടുക്കിനെ ഞാനിപ്പോൾ കാണുന്നത് ഒരു അമേരിക്കൻ പ്രദേശമായിട്ടാണ്, അതുകൊണ്ട് അത് അമേരിക്കൻ മണ്ണാണ്, അതുകൊണ്ട് അത്തരത്തിലൊരു കരാറിലേക്ക് എത്തേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ അതിനിടയിൽ മാർട്ടിൽ ബീച്ചിലെ റാലിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ട്രംപ് സമാനമായിട്ടുള്ളൊരു അവകാശവാദം മറ്റൊന്ന് ഉന്നയിച്ചിരുന്നു. അതായത് ഈ ഹോർമൂസ് കടലിടുക്കിന് മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്നും അതൊരു US നിയന്ത്രിത മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇറാനെതിരെ ഉപരോധം നിലനിൽക്കുന്നതിനാൽ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട മേഖലയിൽ US പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇപ്പോൾ ഈ അടുത്തിടെ ട്രംപ് ഈ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ ഹോർമൂസ് കടലിടുക്കിനെ US ഭൂപ്രദേശമായിട്ട് ചിത്രീകരിക്കുക, AI നിർമ്മിതമായിട്ട് പങ്കുവച്ചിരിക്കുന്ന ഒരു മാപ്പ് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇത് ഇറാന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ അടക്കം നൽകുന്ന രാജ്യങ്ങൾക്ക് കനത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ട്രംപ് ഇതിലൂടെ നൽകിയത്. ട്രംപിൻ്റെ അവകാശവാദങ്ങൾ അവിടെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ട് ഖാസിം ഖരീദാബാദി ട്രംപിൻ്റെ വ്യാജമോഹങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാമോഹങ്ങൾ തങ്ങൾ തന്നെ തിരുത്തുമെന്ന് പ്രതികരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇറാൻ്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ മൊഹ്സൻ റസായിയും ട്രംപിൻ്റെ പരാമർശങ്ങളെ വളരെ കൃത്യമായി പരാമർശിക്കുകയും വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ ഉപരോധം പിൻവലിക്കുക, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കില്ല എന്നുള്ള നിലപാടിലേക്ക് ഇറാൻ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇറാൻ അത് പിടിച്ചെടുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. ഇറാനിലേക്ക് വന്നിനി ഒരു ആക്രമണത്തിന് ട്രംപ് തയ്യാറായാൽ പോലും തിരികെ പോവുക എന്നുള്ളത് അത് ഇറാൻ തീരുമാനിക്കും, ട്രംപ് തിരികെ പോകണമോ വേണ്ടോ എന്നുള്ളത്. അത് ട്രംപിൻ്റെ സൈന്യത്തെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറാൻ യുദ്ധത്തിന് സന്നദ്ധരായി ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഹോർമൂസ് ഞങ്ങളുടെ ഭൂപ്രദേശമാണ് എന്നുള്ള തോന്നലൊക്കെ, അതായത് 7000 കാതങ്ങൾക്കപ്പുറം കിടക്കുന്ന ട്രംപിന് ഈ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുവാനുള്ള കരുത്തുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഏത് പൈപ്പ് ലൈൻ വന്നാലും ഹോർമൂസിനെ മറികടക്കാനാകില്ല എന്നുള്ള നിലപാട് ഇറാൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതാണ് ഹോർമൂസ് കടലിടുക്കിലെ പ്രാധാന്യം. അതായത് എണ്ണ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കാനാകില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പൈപ്പ് ലൈനുകൾ വഴി എണ്ണ കടത്തിവിടാമെന്ന വാദങ്ങളെ തള്ളിക്കൊണ്ട് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഉപദേശകനായ മുഹമ്മദ് റാസ നഖ്തിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരം പൈപ്പ് ലൈനുകൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാനും തകരാറിലാകാനും സാധ്യതയുണ്ട് എന്നുകൂടി അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് എണ്ണയും വാതകവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന മേഖലയിലാണ് എന്നും പേർഷ്യൻ ഗൾഫ് ലോകത്തെ പ്രധാന എണ്ണവാതക കേന്ദ്രമാണ് എന്ന് പറയുമ്പോഴും ഭൂമിയിലുള്ള എണ്ണക്കിണറുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നത് അസാധ്യമാണ്. എണ്ണ കപ്പലുകളിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് പകരം പൈപ്പ് ലൈനുകൾ വഴി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നത് പരമാവധി സാധ്യമാകുന്ന ബദൽ മാർഗ്ഗമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പൈപ്പ് ലൈനുകൾക്ക് എളുപ്പത്തിൽ കേടുപാടുകൾ വരുത്താനാകുമെന്നും അവ ആക്രമിക്കപ്പെടുവാനും തകർക്കപ്പെടുവാനും വലിയ സാധ്യതയുണ്ട് എന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ ഇത്തരം വലിയ പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ വർഷങ്ങളോളം വേണ്ടിവരും. അതിനാൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഹോർമൂസിനെ ആശ്രയിക്കുന്നതിൻ്റെ പ്രശ്നം വളരെ ലളിതമായി പരിഹരിക്കാനാകില്ല എന്ന് ഇറാൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നു. എല്ലാ ഉൽപ്പന്നങ്ങളും മറ്റു മാർഗ്ഗങ്ങളിലൂടെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് നഖ്തി പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാതകം കടത്തുന്നതിനായിട്ട് സങ്കീർണവും ചെലവേറിയതുമായിട്ടുള്ള സംസ്കരണ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പേർഷ്യൻ ഗൾഫ് മേഖലയെ ആശ്രയിക്കുന്നതിൽ നിന്ന് രാജ്യങ്ങൾക്ക് അതിവേഗം ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന് ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം ഇനിയും തുടരുമെന്നും അവർ വ്യക്തമാക്കുകയാണ്. അതായത്
ഹോർമൂസ് കടലിടുക്കിനെ പിടിച്ചെടുക്കാമെന്നോ അതുവഴി എണ്ണ വ്യാപാരം മറ്റൊരു മേഖലയിലൂടെ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കൊണ്ടുപോകാമെന്നോ മറ്റേതെങ്കിലും രാജ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ്റെ ചട്ടം എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിലൊരു തിട്ടൂരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുവാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയപ്പെടുന്നത് ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ അതിനെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇറാനെതിരെ കടലിൽ യുദ്ധം ചെയ്യുന്ന ട്രംപിന് പക്ഷേ ഒരിക്കലും ഈ പ്രദേശം, അതായത് ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാമെന്നുള്ള ഒരു മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് വ്യാമോഹമായി തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിൽ യുദ്ധം പ്രഖ്യാപിച്ച് ഇനി മുന്നോട്ട് പോകാൻ സത്യത്തിൽ ട്രംപിന് കഴിയില്ല. ട്രംപിന് ഇതിൽ നിന്ന് തലയൂരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ പേര് പറഞ്ഞ് ഈ സമ്മർദ്ദങ്ങൾ ശക്തമാക്കുന്നത്. മാത്രമല്ല സാമ്പത്തിക ഉപരോധങ്ങൾ, മറ്റു രാജ്യങ്ങളിലൂടെ ഉള്ള സാമ്പത്തിക ഉപരോധങ്ങളടക്കം ഇറാനെതിരെ ഏർപ്പെടുത്തുമ്പോൾ ഈ ഒരു ധാരണയിലേക്ക്, ഹോർമൂസ് കടലിടുക്ക് അടക്കം വിട്ടുകൊടുക്കുന്ന ഒരു ധാരണയിലേക്ക് ഇറാൻ എത്തിച്ചേരുമെന്നുള്ള ഒരു മോഹം ട്രംപിനുണ്ട്. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഇറാനെതിരെ ഇനി ഏതെങ്കിലും തരത്തിൽ യുദ്ധം ചെയ്താൽ പോലും ട്രംപ് പരാജയപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.